ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വിഷുവാണ്. കണി വെക്കലും കൃഷ്ണനെ ഒരുക്കലും ഒക്കെ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ 4 മണിയായപ്പോൾ എഴുന്നേറ്റു. പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ചു. അങ്ങനെ കണിയൊക്കെ വെച്ച് അമ്മേനെയും അമ്മീനെയൊക്കെ വിളിച്ച് കണിയൊക്കെ കാണിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ രാത്രി തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്ക് കൊളുത്താനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം കണിയൊക്കെ കണ്ടിരുന്നു. അമ്മ അതവിടെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് പടക്കം പൊട്ടിക്കുന്ന അങ്ങനത്തെ കാര്യത്തൊക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ തന്നെ എനിക്ക് വിഷുവിന് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമാണ്. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ രാവിലെ തന്നെ 3 പേരും പോയിട്ടുണ്ടായിരുന്നു. ഞാനും അബിയും അമ്മയും. അങ്ങനെ നമ്മുടെ വിഷുക്കോടിയൊക്കെ ഇത് അബി വാങ്ങിച്ചിട്ടോ പാട്ടോ. അങ്ങനെ വിഷുക്കോടിയൊക്കെ ഇട്ട് അമ്മ ഇത് അവിടെ കണിക്കൊന്നേൻ്റെ സെറ്റ് സാരിയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായി നിൽക്കുന്നുണ്ട്. ക്യാമറ കണ്ടാൽ പിന്നെ മുപ്പത്തിക്ക് കുറച്ച് ആക്ഷൻസൊക്കെ ഇട്ടേ മതിയാവുള്ളൂ. അപ്പോൾ അബീനോട് ഞാൻ പറയാം അമ്മേനെ ഒന്ന് നോക്കി നോക്കുകയെന്ന്. അങ്ങനെ ഇസനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയോ? ഞാൻ ഇറങ്ങി. ഞങ്ങൾ അമ്പലത്തിൽ പോയത് പുതിയമ്പലം അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അധികം മോസ്റ്റ്ലി എല്ലാ ഫങ്ഷൻസിനും ഒക്കേഷൻസിനൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് പോവാറ്. വണ്ടി പൂജിക്കാനും അല്ലാതെ തന്നെ ഓണം വിഷു ഒക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഉള്ളിൽ കയറിയത്. പിന്നെ നേരെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസിലെത്തി. പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇതൊക്കെ നമ്മുടെ കൊളീഗ്സാണ്. ഞാൻ ഗീ റോസ്റ്റാണ് പറഞ്ഞത്. ഗീ റോസ്റ്റ് പറഞ്ഞു. അതൊക്കെ കഴിച്ചു. അങ്ങനെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും റെസ്റ്റോറൻറ്റിൽ തന്നെ എത്തി ഞങ്ങൾ. ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വിഷുവിന് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വൈകുന്നേരം വീണ്ടും അഗെയിൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അബി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ അബി വന്നു. വീട്ടിലേക്ക് തന്നെ പോയി ഞങ്ങൾ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ രാത്രിയിലും പരിപാടികളൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ